ഹലോ വെൽക്കം ബാക്ക് ടു TPACK. നമ്മൾ TNTU യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BEd കോഴ്സിലെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന സെമസ്റ്റർ 1 ഒരു പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5th യൂണിറ്റിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി മൂവിങ് ഓൺ ടു ദി അനദർ ടോപ്പിക്. അതിൻ്റെ ഹെഡിങ് ആണ് കണ്ടൻറ് നോളേജ്, പെഡഗോജിക്കൽ നോളേജ്, ടെക്നോളജിക്കൽ നോളേജ് ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്. സോ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മളൊരു ഫിഗർ വരച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വലുതായി തന്നെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എക്സാമിന് ഈ ഫിഗർ വരയ്ക്കുക. ഒരു 3 റിങ്സ് വരയ്ക്കുക. 3 റിങ്സിൻ്റെയും ഔട്ടറിലുള്ള ഭാഗങ്ങളിൽ ടെക്നോളജിക്കൽ നോളേജ്, അതായത് TK, കണ്ടൻറ് നോളേജ് CK, പെഡഗോജിക്കൽ നോളേജ് PK എന്ന് മാർക്ക് ചെയ്യുക. TKയും PKയും ഷെയർ ചെയ്യുന്ന സ്പേസിനെ TPK എന്ന് മാർക്ക് ചെയ്യുക. TKയും CKയും ഷെയർ ചെയ്യുന്ന ഏരിയനെ TCK എന്ന് മാർക്ക് ചെയ്യുക. സിമിലർലി CKയും PKയും ഷെയർ ചെയ്യുന്ന ഏരിയനെ നമുക്ക് PCK എന്ന് മാർക്ക് ചെയ്യാം. TPK എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ നോളേജ്, TCK എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ കണ്ടൻറ് നോളേജ്, PCK എന്ന് പറഞ്ഞാൽ പെഡഗോജിക്കൽ കണ്ടൻറ് നോളേജ് എന്നാകുന്നു അർത്ഥം. ഏറ്റവും സെൻറ്ററിലുള്ള TKയും CKയും PKയുടെയും റിങ്സ് ഷെയർ ചെയ്യുന്ന ഏരിയനെ നമുക്ക് TPACK എന്ന് പറയാം. wherein TPACK means ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ ആൻഡ് കണ്ടൻറ് നോളേജ് എന്നാണ്. ഇതൊരു ഫ്രെയിം വർക്കാണ്. ലെറ്റ് സ്റ്റാർട്ട്. According to Kohler, 3 major knowledge form the foundation of the TPACK framework are TK, PK and CK. കോഹ്ലർ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു TPACK ഫ്രെയിംവർക്കാണ് ഈ പറയുന്നത്. സോ അതിൽ ആദ്യത്തേതാണ് കണ്ടൻറ് നോളേജ് അഥവാ CK. This describes teachers' own knowledge on the subject. CK may include knowledge of concept, theories, evidences within a particular subject. Content knowledge will also differ according to discipline and grade level. അപ്പോൾ എന്താണ് കണ്ടൻറ് നോളേജ് എന്ന് വെച്ചാൽ? കണ്ടൻറ് നോളേജ് എന്ന് വെച്ചാൽ ടീച്ചർക്ക് ഒരു സബ്ജക്റ്റിൻ്റെ മുകളിലുള്ള നോളേജിനെയാണ് കണ്ടൻറ് നോളേജ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിൻ്റെ മുകളിലുള്ള നോളേജ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ആവാം? ഇറ്റ് ക്യാൻ ബി ദ നോളേജ് ഓഫ് ദ കൺസെപ്റ്റ്, തിയറി ആൻഡ് എവിഡൻസസ് വിത്തിൻ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. കണ്ടൻറ് നോളേജ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ മാറുന്നതിനനുസരിച്ചും മാറും, അതുപോലെ ഗ്രേഡിനനുസരിച്ചും മാറും. എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മിഡിൽ സയൻസ് ടീച്ചർ ആൻഡ് ഹിസ്റ്ററി ക്ലാസ് ടീച്ചർ റിക്വയർസ് ലെസ് ഡീറ്റെയിൽ ആൻഡ് സ്കോപ്പ് ദാൻ UG ഓർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്. ഇപ്പോൾ നമ്മൾ ഒരു 2 ടീച്ചേഴ്സിനെ നമുക്ക് കമ്പയർ ചെയ്യാം. 2 ടീച്ചേഴ്സും എടുക്കുന്നത് സെയിം സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ലോവർ പ്രൈമറി ക്ലാസ്സിൽ സയൻസ് എടുക്കുന്ന ടീച്ചറുടെ കണ്ടൻറ് നോളേജ് ആയിരിക്കില്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് എടുക്കുന്ന ടീച്ചറുടെ കണ്ടൻറ് നോളേജ്. അപ്പോൾ ഗ്രേഡ്സിനനുസരിച്ച് എന്ത് മാറാം? ഈ കണ്ടൻറ് നോളേജിൽ വേരിയേഷൻസ് ഉണ്ടാവാം. സിമിലർലി ഡിസിപ്ലിൻ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ ഒരു ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു ടീച്ചറെയും സയൻസ് എടുക്കുന്ന ഒരു ടീച്ചറെയും എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കണ്ടൻറ് നോളേജ് വിൽ നോട്ട് ബി സെയിം, ബിക്കോസ് രണ്ടുപേരും ഡീൽ ചെയ്യുന്ന കണ്ടൻറ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ സയൻസ് ടീച്ചർക്ക് ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യത അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഇംഗ്ലീഷ് ടീച്ചർ. സിമിലർലി ഇംഗ്ലീഷ് ടീച്ചർക്ക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള കണ്ടൻറ് നോളേജ് എന്ന് പറയുന്നത് ഒരു സയൻസ് ടീച്ചറുടെ അത്രയും തന്നെ ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. സോ നമുക്കിതിന്ന് കൺക്ലൂഡ് ചെയ്യാം, ഒരു കണ്ടൻറ് നോളേജ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ മാറുന്നതിനനുസരിച്ച് മാറും. അതായത് ചെറിയ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിൻ്റെ കണ്ടൻറ് നോളേജ് ആയിരിക്കില്ല വലിയ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിൻ്റെ കണ്ടൻറ് നോളേജ്. സിമിലർലി ഡിസിപ്ലിൻ അനുസരിച്ചിട്ടും ഇത് എന്ത് ചെയ്യാം? മാറാം. ഇറ്റ് മേ ഡിഫർ. നെക്സ്റ്റ് വൺ പെഡഗോജിക്കൽ നോളേജ് അഥവാ PK. Pedagogical knowledge അഥവാ PK. This describes teachers' knowledge of the practices, processes and methods regarding teaching and learning. Pedagogical knowledge enforces the purpose,
values, and aims of education, and to more specific areas, including the understanding of students' learning style, classroom management skills, lesson planning, and assessment. അപ്പോൾ പെഡഗോജിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെഡഗോജി എന്ന് പറയുന്നൊരു പേപ്പർ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പേപ്പറിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് എന്തൊക്കെ തരം ടീച്ചിങ് ടെക്നിക്യൂസാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക സോ ആസ് ടു ഇംപ്രൂവ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ പെഡഗോജിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഒരു ടീച്ചർക്ക് ഏതൊക്കെ തരത്തിലുള്ള ടീച്ചിങ് ടെക്നിക്യൂസ് യൂസ് ചെയ്യാനറിയാം, പല ടീച്ചിങ് നോളേജ് ടീച്ചിങ് ടെക്നിക്യൂസ് അറിയാമെങ്കിൽ ഷീ ഹാസ് എ ബെറ്റർ പെഡഗോജിക്കൽ നോളേജ് എന്ന് നമുക്ക് പറയാം. So this describes the teacher's knowledge of the practice, process and methods regarding teaching and learning. കണ്ടോ? അപ്പോൾ ഇവിടെ ടീച്ചർക്ക് കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാക്ടീസസ് അറിയാം, എന്തൊക്കെ പ്രോസസ്സസ് അറിയാം, എന്തൊക്കെ മെത്തേഡ്സ് അറിയാം, ഇത് മൊത്തത്തിൽ അറിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെഡഗോജിക്കൽ നോളേജ് എന്ന് പറയുന്നത്. സോ പെഡഗോജിക്കൽ നോളേജ് എൻഫോഴ്സ് ചെയ്യുന്നു. എന്താണ് എൻഫോഴ്സ് ചെയ്യുന്നത്? ദ പർപ്പസ്, വാല്യൂ ആൻഡ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. എന്തിന് പഠിക്കുന്നു, പഠിച്ചതുകൊണ്ടുള്ള ഗുണം എന്താണ്, പഠിച്ചു കഴിഞ്ഞാൽ എന്ത് നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം പെഡഗോജിക്കൽ നോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കുട്ടിയുടെ ലെസൺ പ്ലാനിങ്ങിന്, ലേണിംഗ് സ്റ്റൈൽസ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, കുട്ടീനെ അസസ് ചെയ്യുന്നത് എല്ലാം എന്തിൻ്റെ കീഴിൽ വരും? ഒരു പെഡഗോജിക്കൽ നോളേജിൻ്റെ കീഴിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ, ടെക്നോളജിക്കൽ നോളേജ് അഥവാ TK. It describes the teacher's ability to use various technologies, technological tools, etc. ടീച്ചർക്ക് ഒരു ഡിഫറെൻറ്റ് ടെക്നോളജിക്കൽ ടൂൾസോ ഒക്കെ യൂസ് ചെയ്യാനുള്ള അറിവിനെയാണ് നമ്മൾ ടെക്നോളജിക്കൽ നോളേജ് എന്ന് പറയുന്നത്. ദ കൺസേൺസ് അണ്ടർസ്റ്റാൻഡിങ് ടെക്നോളജീസ്, ഇറ്റ്സ് പോസിബിലിറ്റീസ് for a specific subject and continuously learning and adapting to new technologies. എന്താണ് ഇതെല്ലാം? എന്താണ് പറയുന്നത്? ടെക്നോളജിക്കൽ നോളേജ് ആണ്. ദെൻ ഇനി നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു? പെഡഗോജിക്കൽ കണ്ടൻറ്റ് നോളേജ്. അതായത് പെഡഗോജിക്കൽ നോളേജും കണ്ടൻറ്റ് നോളേജും ഷെയർ ചെയ്യുന്ന ഒരു ഷെയ്ഡഡ് ഏരിയ നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ PCK എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് നത്തിങ് ബട്ട് പെഡഗോജിക്കൽ കണ്ടൻറ്റ് നോളേജ്. നമുക്ക് ആക്ച്വലി ഹെഡ്ലൈനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പെഡഗോജിക്കൽ നോളേജും കണ്ടൻറ്റ് നോളേജും ഒരു ടീച്ചർക്ക് സബ്ജക്റ്റിൻ്റെ മുകളിലുള്ള അറിവും ആ സബ്ജക്റ്റ് പഠിച്ചതുകൊണ്ട് കുട്ടിക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ടാവും, കുട്ടീനെ എങ്ങനെ അസസ് ചെയ്യാം, കുട്ടിക്ക് എന്തൊക്കെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ലെസൺ പ്ലാനിങ് ഉണ്ടാക്കാം എന്ന് തുടങ്ങി ടീച്ചർക്ക് ഉണ്ടാവുന്ന നോളേജിനെയാണ് പെഡഗോജിക്കൽ കണ്ടൻറ്റ് നോളേജ് എന്ന് പറയുന്നത്. ദിസ് ഡിസ്ക്രൈബ്സ് teachers' knowledge regarding the subject and areas of teaching learning, including curriculum development, assessment and reporting results. PCK focuses on promoting learning and on tracing the links among pedagogy, its practices and the content knowledge and like content knowledge, pedagogical content knowledge also differ according to the grade level and the subject. Okay, next one, technological content knowledge, TCK. This describes the teacher's knowledge on how to relate technology and content and influence each other. TCK involves understanding how the subject can be communicated via different educational technologies and which technological tool might be the best for the subject or the classroom. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എന്താണ് ടെക്നോളജിക്കൽ കണ്ടൻറ്റ് നോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സോ ടെക്നോളജിക്കൽ കണ്ടൻറ്റ് നോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ PCK പറഞ്ഞ പോലെ തന്നെ ടീച്ചർക്ക് ടെക്നോളജി യൂസ് ചെയ്യാനുള്ള അറിവ്, കണ്ടൻറ്റ്, ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റ് ഏതൊക്കെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കുട്ടിക്ക് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള ടീച്ചറുടെ അറിവിനെയാണ് ജനറലി നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെക്നോളജിക്കൽ കണ്ടൻറ്റ് നോളേജ് എന്ന് പറയുന്നത്. സോ ടീച്ചേഴ്സ് നോളേജ് ഓൺ ഹൗ ടു റിലേറ്റ് ടെക്നോളജി ആൻഡ് കണ്ടൻറ്റിനെയും ടെക്നോളജിനെയും എങ്ങനെ നമുക്ക്
റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ എഡ്യൂക്കേഷണൽ ടെക്നോളജീസ് അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നോളജിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ക്ലാസ് റൂമിൽ എടുക്കാൻ പറ്റും എന്ന് അറിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, TCK എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഗ്രാമിംഗ് കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കണ്ടൻറ്റ് നോളേജാണ് ടീച്ചറുടെ. അത് എഴുതിപ്പിച്ചത് സക്സസ്ഫുള്ളി കുട്ടിയെ കൊണ്ട് റൺ ചെയ്യിപ്പിക്കാൻ ടീച്ചർക്ക് പറ്റിയെങ്കിൽ അത് ടീച്ചറുടെ ടെക്നോളജിക്കൽ കണ്ടൻറ്റ് നോളേജാണ്. ദെൻ നെക്സ്റ്റ് വൺ, ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ നോളേജ്, TPK. സോ ആസ് ദ നെയിം സജസ്റ്റ്, എന്തായിരിക്കും ഇതിൽ പറയുന്നുണ്ടായിരിക്കുക? ടീച്ചർക്ക് എഡ്യൂക്കേഷണൽ ടൂൾസ് യൂസ് ചെയ്യാനുള്ള അറിവ്, ടീച്ചർക്ക് ഏതൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യണം എന്നുള്ള അറിവ്, പ്ലസ് എന്തിനു വേണ്ടിയിട്ട്? ടു അസസ് ദ കിഡ്, കുട്ടീനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ടെക്നോളജി ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും അതിലുള്ള ടീച്ചറുടെ അറിവിനെയാണ് നമ്മൾ TPK എന്ന് പറയുന്നത്. This refers to how teachers relate their pedagogical knowledge to technological knowledge. So what is pedagogical knowledge? What they know about teaching and methodologies. What is technological knowledge? What they know about technology. So combining their technological knowledge and pedagogical knowledge together is called a technological pedagogical knowledge. And finally, we are coming to the TPACK framework. Technological, pedagogical and content knowledge അഥവാ TPACK. Mishra and Kohler developed TPACK framework. According to them, TPACK explains how the connections among teachers' knowledge on content, pedagogy and technology interact with one another to produce effective teaching. സോ ഇവിടെ എന്താണ് പറയുന്നത്? മിശ്ര ആൻഡ് കോഹ്ലർ എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് TPACK ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയത്. സോ ഈ TPACK ഫ്രെയിംവർക്ക് എന്താ പറയുന്നത്? ഹൗ എ ടീച്ചേഴ്സ് നോളേജ് can be connected with the subject knowledge, with the pedagogy and the technology. ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനുള്ള ടീച്ചറുടെ കഴിവിനെയാണ് TPACK എന്ന് പറയുന്നത്. As a teacher, if we use TPACK framework for teaching, we must have deep understanding of the content to be taught, pedagogy to be used and technology to be integrated. So as a teacher, if we are using the TPACK framework, നമ്മൾ TPACK framework വെച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? കണ്ടൻറ്റ്, എന്ത് കണ്ടൻറ്റാണ് ഞാൻ പഠിപ്പിക്കാൻ പോണേന്നുള്ളതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. കൂടാതെ പെഡഗോജി ടു ബി യൂസ്ഡ്, എന്ത് മെത്തഡോളജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ആൻഡ് ടെക്നോളജി ടു ബി ഇൻറ്റഗ്രേറ്റഡ്, ആ കണ്ടൻറ്റ് പഠിപ്പിക്കാൻ ഏത് ടെക്നോളജിയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ആസ് എ ടീച്ചർ ഐ ഷുഡ് നോ. TPACK is the result of this combination. In order to use TPACK effectively, teachers should have the idea of concept from content being taught can be represented using technology. ഒരു പഠിക്കുന്ന ഒരു കണ്ടൻറ്റിലുള്ള കൺസെപ്റ്റ് എങ്ങനെ ടെക്നോളജി വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് ടീച്ചർക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവണം. പെഡഗോജിക്കൽ ടെക്നിക്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് കണ്ടൻറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ് ബൈ യൂസിങ് ടെക്നോളജി. പെഡഗോജിക്കൽ ടെക്നിക്സ്, എന്തൊക്കെ പെഡഗോജിക്കൽ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടു കമ്മ്യൂണിക്കേറ്റ് ദ കണ്ടൻറ്റ്? ഷെയ്ക്ക് ആവുന്നുണ്ട്. ദെൻ pedagogical techniques can communicate content in different ways using technology. How teachers could integrate educational technology into classroom serves as a measurement of teachers' knowledge on content, technology and pedagogy. It potentially impacts both training and professional development. സോ ടീച്ചറുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെയും ഇത് ഇമ്പാക്റ്റ് ചെയ്യും. എന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കുന്നുണ്ട്. Teachers simply need to understand that instructional practices are shaped by content-driven, pedagogically sound and technologically forward തിങ്കിങ് നോളേജ്. ടീച്ചേഴ്സിന് മനസ്സിലാക്കിയിരിക്കണം ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്, അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്? ബൈ കണ്ടൻറ് ഡ്രിവൺ ആയിട്ടുള്ള
പെഡഗോജിക്കലി സൗണ്ട് ആയിട്ടുള്ള ടെക്നോളജിക്കലി ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു നോളേജ് ടീച്ചർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ. ഇത്രയാണ് നമ്മൾ TPACK ഫ്രെയിം വർക്കിൽ പറയുന്നത്. ഇതൊരു 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഫ്രം ചാപ്റ്റർ നമ്പർ 5. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്